ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാവിഞ്ചി റിസോൾവിൽ ഒരു വീഡിയോയ്ക്ക് എങ്ങനെ വോയിസ് ഓവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഫെയർലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷൻ തോന്നും. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ എഡിറ്റിംഗ് പേജിലുള്ളതുപോലെ തന്നെ ഇവിടെ ട്രാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഡിയോ 1 എന്ന് പറഞ്ഞ ട്രാക്ക്. ഇവിടെ വീഡിയോ ട്രാക്ക് കാണാൻ പറ്റില്ല, ഓഡിയോയുടെ ട്രാക്കുകൾ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ ഈ ഓഡിയോ 1 എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം മൈക്ക് ഇതുമായിട്ട് ഈ ഒരു ഓഡിയോ ട്രാക്കുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അതിനായിട്ട് ഇവിടെ വലതുവശത്ത് മിക്സർ എന്ന് പറഞ്ഞ് കാണാം. അവിടെ ഈ A1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓഡിയോ 1 എന്ന് പറയുന്ന ട്രാക്ക് കേട്ടോ. ആ ഒരു A1 തൊട്ട് താഴെ നോക്കിയേ നോ ഇൻപുട്ട് എന്ന് കാണാം. ഈ നോ ഇൻപുട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇൻപുട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ട്രാക്ക് ഇൻപുട്ടിൽ ഓഡിയോ 1L ഓഡിയോ 1R എന്നും പറഞ്ഞ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെലക്ട് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. ഇത് സെലക്ട് അല്ലാതെ ഇങ്ങനെ ഓഫായി കിടക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്നിങ്ങനെ സെലക്ട് ചെയ്യേണ്ടോ. ഇത് രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഓഡിയോ ഇൻപുട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വന്നാൽ ഇവിടെ എൻ്റെ മൈക്കിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൈക്ക് ഇവിടെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് ഒന്നും കൂടി അൺപ്ലഗ് ചെയ്ത ശേഷം വീണ്ടും കുത്തുക. അപ്പോൾ ഇതിവിടെ കാണിക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു മൈക്ക് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ പാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിവിടെ പാച്ച് ആയല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത് ഇൻഡു ചെയ്ത് കളയാം. ഇനി ഇവിടെ ഓഡിയോ ട്രാക്കിൽ വന്നിട്ട് ഈ R എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, റെക്കോർഡിൻ്റെ ഈ ഒരു ഐക്കൺ അങ്ങ് ഓൺ ആക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാൻ സംസാരിക്കുന്ന വോയിസിൻ്റെ ബാർ ഇവിടെ കാണിക്കുന്നുണ്ട്, ലെവലെല്ലാം ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തത് ഇപ്പൊ റെക്കോർഡ് ആവുമല്ല കേട്ടോ, ഇപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയില്ല. ഇനി അതിനു മുമ്പ് ഒരു കാര്യം നോക്കേണ്ടത്, നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടല്ലേ ഇതിന്റെ വോയിസ് ഓവർ ചെയ്യേണ്ടത്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ആവും. നിങ്ങൾ ഇവിടെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെയാണ് വീഡിയോ പ്ലേ ആവുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ചെറുതായിട്ട് ഇവിടെ കിടക്കുന്നു എന്നുള്ളത് പ്രശ്നമാണെങ്കിൽ അത് ഈ ഒരു ഐക്കൺ കണ്ടോ, ഈ ഫ്ലോട്ടിംഗ് വിൻഡോ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ ഇളകി വരും. കണ്ടോ, ഇതിങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് ഇനി വോയിസ് റെക്കോർഡ് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ട് തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും. കണ്ടല്ലോ, ഈ വീഡിയോ പ്ലേ ആവുന്നതിനനുസരിച്ചായിരിക്കും വോയിസ് അതിന്റെ താഴെ വീണുകൊണ്ടിരിക്കാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി റെക്കോർഡ് ചെയ്യേണ്ട എവിടെയാ, ഈ മുകളിൽ വരിക. ഇവിടെ ഒരു കുത്ത് കണ്ടോ, ഇതാണ് റെക്കോർഡ് ബട്ടൺ കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡ് സ്റ്റാർട്ട് ആവും. പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ റെക്കോർഡായി വരും. ഞാൻ കാണിച്ചു തരാം. ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോയും അതിനോടൊത്ത് തന്നെ പ്ലേ ആവും കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുന്നത് എന്നാണ്. കണ്ടോ, ഞാനിവിടെ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ പ്ലേ ഹെഡ് ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അവിടെ റെക്കോർഡ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്ത് എനിക്ക് ഞാൻ നിർത്തിക്കോട്ടെ ഇത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് ഭാഗത്ത് എനിക്ക് ഒരു വോയിസും ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗം വരുമ്പോൾ അവിടെ എനിക്ക് റെക്കോർഡ് വേണമെങ്കിൽ അവിടെ എത്തുമ്പോൾ ഈ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യുക, സംസാരിക്കുക, പിന്നെ റെക്കോർഡ് ഓഫ് ചെയ്യുക, പിന്നെ നീങ്ങി പൊക്കോണ്ടിരിക്കും. എവിടെയെങ്കിലും എത്തുമ്പോൾ വീണ്ടും റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ പ്ലേ ഹെഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പോസ് ചെയ്താൽ മതി. ഈ റെക്കോർഡ് ഓഫ് ചെയ്തിട്ട് ഇത് പോസ് ചെയ്താൽ അതാവും നിന്നോളും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഓഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടൈമിൽ ഒന്ന് വലുതാക്കി നോക്കാം. കണ്ടോ, നിങ്ങളുടെ ഓഡിയോ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. ഓഡിയോ റെക്കോർഡ് ആയത് വോയിസിന്റെ അളവ് കുറവാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, കൂട്ടുന്ന ഈ ഒരു ബാർ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ വോയിസ് കൂടി വരും കേട്ടോ. അപ്പൊ ഇവിടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എഡിറ്റിംഗ് പേജിൽ പോയി നോക്കിയേ, നമ്മുടെ വോയിസ് അതിന്റെ താഴെ ഇവിടെ വീണിട്ടുണ്ട്. ഇനി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കട്ട് ചെയ്ത് അലൈൻമെന്റ് ചെയ്ത് വെക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് ഇതാണ് പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫെയർലൈറ്റിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വോയിസ് നിങ്ങൾക്ക് തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ഈ ബസ് 1 എന്നും പറഞ്ഞിട്ടൊരു സാധനം കണ്ടോ, ഇതൊന്ന് മ്യൂട്ട് ചെയ്തിട്ടയക്കുക. ഇത് മ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ സ്പീക്കറിന്റെ സൗണ്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വോയിസ് എക്കോ ആയിട്ട് കേൾക്കാൻ പറ്റും കേട്ടല്ലോ. അതൊരു ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളുമാണ്. അത് ഒന്ന് ഓഫ് ചെയ്ത് ഇട്ടയക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഓൺ ആക്കിയിട്ട് വേണം എഡിറ്റിംഗ് പേജിൽ പോയി ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ. ഇത് ഓൺ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ മ്യൂട്ടായിരിക്കും, ഫുള്ള് മ്യൂട്ടായിരിക്കും കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാനത് കമൻറ്റ് തീർക്കാൻ പറ്റാതെയാണെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ. കാരണം ഒരാൾ വീഡിയോ ഇടാൻ പറഞ്ഞാലും ഞാൻ മിക്കപ്പോഴും ഇടാറുണ്ട് കേട്ടോ.
അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ സിമ്പിൾ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ വരുന്നത് ട്യൂട്ടോറിയൽ. അപ്പം കാണുന്നവർക്ക് തോന്നും ഇതെന്താ ചെറിയ വീഡിയോ കിട്ടേക്കുന്നത്, ഇതൊക്കെ നിസ്സാര കാര്യമെന്ന് തോന്നും. പക്ഷേ ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിക്കും. അപ്പം ഞാനതങ്ങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കും, ചിലത് ഞാനങ്ങ് പോസ്റ്റ് ചെയ്യും, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ടാറ്റ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാമെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം.